സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അബൂ ദർ റളിയല്ലാഹു തആല അൻഹുവിനോട് സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുകയാണ്. ആ അസ്തമിക്കുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്ന അബൂ ദറേ, ഈ സൂര്യൻ എവിടെയാണ് പോകുന്നതെന്ന് നിനക്കറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് ചോദിക്കുമ്പോ അബൂ ദർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അല്ലാഹു വ റസൂലുഹു അലം. നബിയേ, എനിക്കറിയില്ല നബിയേ. അവിടെന്ന് പറഞ്ഞു തന്നാലും അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, പടച്ചവനെ, സൂര്യൻ അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. ഈ ലോകത്തിന്റെ അധിപനായ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ പടച്ച റബ്ബിന് ഈ കാണുന്ന സൂര്യൻ അവിടെന്ന് സുജൂദ് ചെയ്യുന്നുണ്ട്. അത് അല്ലാഹുവിന് സുജൂദ് ചെയ്യും, തിരിച്ചു വരുമെന്ന് നബി തങ്ങൾ അവിടെന്ന് പരിചയപ്പെടുത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തുള്ള സർവ്വചരാചരങ്ങളും അല്ലാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത്. പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, വലില്ലാഹി യസ്ജുദു മൻ ഫിസ് സമാവാതി വൽ അർദ് തവഅൻ വ കർഹൻ വ ദിലാലുഹും ബിൽ ഉദൂവി വൽ അസാ. പരിശുദ്ധമായ ഖുർആൻ അതിനെക്കുറിച്ച് അവിടുന്ന് പരിചയപ്പെടുത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങൾ, സൂര്യൻ മാത്രമല്ല, നക്ഷത്രങ്ങൾ സുജൂദ് ചെയ്യുന്നുണ്ട്, വൃക്ഷങ്ങൾ സുജൂദ് ചെയ്യുന്നുണ്ട്. വന്നജ്മു വസ്സജറു യസ്ജുദാ. പടച്ചവനെ, വൃക്ഷങ്ങളും അതുപോലെ തന്നെ ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളും അല്ലാഹുവിനെ സുജൂദ് ചെയ്യുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ, ലോകത്തുള്ള സർവ്വചരാചരങ്ങളും, എന്തിനാ മലക്കുകൾ പോലും, അല്ലാഹുവിന്റെ ഒരു സൃഷ്ടിയാണല്ലോ മലക്കുകൾ, ആ മലക്കുകൾ പോലും അല്ലാഹുവിനെ സുജൂദ് ചെയ്യുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പരിചയപ്പെടുത്തുകയാ. ഇന്നല്ലദീന ഇൻദ റബ്ബിക ലാ യസ്തക്ബിറൂന അൻ ഇബാദതി വയുസബ്ബിഹൂന വലഹു യസ്ജുദൂൻ. അല്ലാഹുവിന്റെ മലക്കുകൾ പോലും പടച്ച റബ്ബിനെ അവിടുന്ന് സുജൂദ് ചെയ്യുകയാ. എല്ലാവരും അല്ലാഹുവിനെ സുജൂദ് ചെയ്യുന്നുണ്ട്. പടച്ച റബ്ബിനെ സുജൂദ് ചെയ്യാത്ത ഒരു ചരാചരവും ഈ ഭൂമിയിലില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പരിചയപ്പെടുത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു നമ്മളോട് പറയുകയാണ്, എല്ലാവരും അല്ലാഹുവിനെ സുജൂദ് ചെയ്യുന്നുണ്ട്. മലക്കുകൾ സുജൂദ് ചെയ്യുന്നുണ്ട്, വൃക്ഷങ്ങൾ സുജൂദ് ചെയ്യുന്നുണ്ട്, ആകാശ ലോകത്തുള്ള സർവ്വചരാചരങ്ങളും സുജൂദ് ചെയ്യുന്നുണ്ട്, ഭൂമിയിലെ സർവ്വചരാചരങ്ങളും അല്ലാഹുവിനെ സുജൂദ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹു പറയുകയാ, ഫസ്ജുദൂ ലില്ലാഹി വഅബ്ദൂ. നമ്മളും അല്ലാഹുവിനെ സുജൂദ് ചെയ്യണേ, നമ്മളും അല്ലാഹുവിനെ സുജൂദ് ചെയ്യണേ എന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പരിചയപ്പെടുത്തുമ്പോ, എല്ലാവരും സുജൂദ് ചെയ്യുന്നവരാണ്. ഓരോ ദിവസവും പടച്ചവനെ നമസ്കരിക്കുന്ന സമയത്ത് 5 നേരം നിസ്കരിക്കുമല്ലോ, അതിന്റെ മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കരിക്കുമല്ലോ. അതുപോലെ ദുഹാ നിസ്കരിക്കുന്നവർ, തഹജ്ജുദ് നിസ്കരിക്കുന്നവർ, തസ്ബീഹ് നിസ്കരിക്കുന്നവർ, പടച്ചവനെ ഒരുപാട് നിസ്കാരങ്ങൾ ഞാനും നിങ്ങളും നിസ്കരിക്കുമല്ലോ. എല്ലാവരും സുജൂദ് ചെയ്യുന്നുണ്ട്, എല്ലാവരും സുജൂദ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു മനുഷ്യന് സുജൂദ് ചെയ്താ അല്ലാഹു അവന് കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന് അറിയുമോ സഹോദരാ? സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഈ പ്രതിഫലം പഠിച്ചിട്ട് വേണം നീ സുജൂദ് ചെയ്യാൻ. ഇന്നവരെ ചെയ്തതുപോലെയല്ല. പടച്ചവനെ, നാളെ സുബഹിക്ക് മാണിക്കോത്ത് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അസ്സലാത്തു ഖൈറും മിനന്നൗം, നാളെ രാവിലെ സുബഹിക്ക് ബാങ്ക് വിളിക്കുമല്ലോ, പള്ളിയിലേക്ക് കടന്നു വരുമല്ലോ, നിങ്ങളെ വീട്ടിൽ നമസ്കരിക്കുമല്ലോ. പടച്ചവനെ, നമസ്കരിക്കുന്ന സമയത്ത് ഇന്നുവരെ സുജൂദ് ചെയ്തതുപോലെയല്ല. ഒരാൾ സുജൂദ് ചെയ്താ, അല്ലാഹുവിന്റെ മുന്നിൽ ആരെങ്കിലും സുജൂദ് ചെയ്താൽ ആ സുജൂദ് ചെയ്യുന്നവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞു തരാ. ഒരാൾ സുജൂദ് ചെയ്താൽ അല്ലാഹു അവന് 10 പ്രതിഫലം കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുക, നമ്മളെല്ലാവരും അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നവരാ. എന്നാൽ ഈ സുജൂദ് ചെയ്ത അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? നിസ്കരിക്കുന്നവരുടെ പ്രതിഫലം എന്നല്ല ഞാൻ പറയുന്നത്.
ഒരാൾ അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്താൽ ആ സുജൂദ് ചെയ്യുന്ന മനുഷ്യന് അല്ലാഹു 10 പ്രതിഫലം കൊടുക്കും. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഈ പ്രതിഫലം കേട്ടിട്ട് നാളെ മുതൽ ഒന്ന് സുജൂദ് ചെയ്ത് നോക്കിയേ. ഈ പ്രതിഫലം നിന്റെ മനസ്സിൽ പഠിച്ച് ഈ പ്രതിഫലം മനസ്സിൽ വെച്ചിട്ട് വേണം നാളെ മുതൽ സുജൂദ് ചെയ്യാൻ. അപ്പൊ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താണെന്ന് പഠിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേകമായിട്ടുള്ളൊരു ഇഖ്ലാസ് ഉണ്ടാകും. അല്ലാഹു നമുക്ക് ആ ഇഖ്ലാസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 10 പറയാതെ ഞാൻ വാക്കൊന്നും പറയൂല. ഇൻഷാ അല്ലാഹ് തങ്ങൾ ദുആയ്ക്ക് വേണ്ടി വരുന്നത് വരെയാണ് എന്റെ സമയം. തങ്ങളെ കണ്ട അപ്പൊ നിർത്തണമെന്ന്. ആരാപ്പാ ഉസ്താദ് അവറുകൾ ദുആയ്ക്ക് വേണ്ടി വന്നു കഴിഞ്ഞാൽ വെള്ളം കണ്ടാൽ തയമം മുറിയുന്ന അപ്പോൾ ദുആയ്ക്ക് വേണ്ടി ആള് വന്നു കഴിഞ്ഞാൽ ഞാൻ വഴഞ്ഞു നിർത്തിയേക്കും. ഇൻഷാ അല്ലാഹ് അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്താ? സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്താ? മുടിവെട്ടുന്ന ആൾക്കാരും മൈക്ക് സെറ്റുകാരും ക്യാമറമാരും എന്ത് പറഞ്ഞാലും കേൾക്കണം. തലതിരിക്കാൻ പറഞ്ഞാൽ തലതിരിക്കണം, അങ്ങനല്ലേ? മുടിവെട്ടുന്ന കടയിൽ പോകുമ്പോൾ അവൻ പറയും ഇങ്ങോട്ട് തിരിയാൻ പറഞ്ഞാൽ അങ്ങോട്ട് തിരിയണം, ഇങ്ങോട്ട് നിൽക്കാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് നിൽക്കണം. അതുപോലെ ഫോട്ടോ എടുക്കുമ്പോൾ ക്യാമറമാൻ പറയും അങ്ങോട്ട് നോക്ക്, ചിരിക്ക്, തലപൊക്ക്, ഒരു പറയണ അനുസരിക്കണമെന്ന്. ശരി, അള്ളാഹു അവർക്ക് ബർക്കത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാണ്, സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ, മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളിലൻ മിനല്ലാഹി വരിദ്വാനാ സീമാഹും ഫീ വുജൂഹിഹിം മിൻ നസരി സുജൂദ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാണ്, പടച്ചവനെ സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? സീമാഹും ഫീ വുജൂഹിഹിം മിൻ നസരി സുജൂദ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ, സുജൂദിന്റെ അടയാളമുണ്ടല്ലോ, സുജൂദിന്റെ അടയാളമുണ്ടല്ലോ, അല്ലാഹു അവന്റെ മുഖത്ത് കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, സീമാഹും ഫീ വുജൂഹിഹിം മിൻ നസരി സുജൂദ്. സുജൂദിന്റെ അടയാളം ഒരു മനുഷ്യന്റെ മുഖത്ത് കാണാമടോ. 5 നേരം നിസ്കരിച്ചുകൊണ്ട് പടച്ചറപ്പിനെ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയാൽ പടച്ചവനെ സുജൂദിന്റെ അടയാളം കാണുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുമ്പോ വാപ്പമാര് ചിന്തിക്കുന്നു, ഉസ്താദേ ഞാൻ ഒരുപാട് കാലം കൊണ്ട് നിസ്കരിക്കുകയാണ്, എന്റെ മുഖത്ത് തഴമ്പില്ലല്ലോ, എന്റെ മുഖത്ത് എന്റെ നെറ്റിത്തടത്തിൽ തഴമ്പില്ലല്ലോ. പടച്ചവനെ അതല്ലടോ സുജൂദിന്റെ അടയാളം. സുജൂദിന്റെ അടയാളം എന്ന് പറഞ്ഞ പടച്ചവനെ ഈമാനിന്റെ ഒരു പ്രകാശമുണ്ടല്ലോ, ഈമാനിന്റെ ഒരു വെളിച്ചമുണ്ടല്ലോ. ചിലരുടെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാ ചെറുപ്പക്കാരാ, അവരെ കാണുമ്പോ തന്നെ അറിയാ. ചിലരുടെ മുഖത്ത് നോക്കിയാൽ വല്ലാത്ത ഒരു പ്രകാശമാണ്, ഈമാനിന്റെ ഒരു ചൈതന്യമുണ്ടല്ലോ. പടച്ചവനെ അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, സുബഹി നമസ്കരിക്കാത്തവനെ കണ്ടാൽ തന്നെ തിരിച്ചറിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, സുബഹി നമസ്കരിക്കാത്തവന്റെ മുഖത്ത് നിന്ന് ഈമാനിന്റെ പ്രകാശം അല്ലാഹു നഷ്ടപ്പെടുത്തി കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. എടോ സുബഹി നമസ്കരിച്ച ഒരു ദിവസം
നീ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്റെ മുഖമൊന്ന് നോക്ക്. ഒരു വല്ലാത്ത പ്രകാശമാണ്. കാണുന്നവരൊക്കെ ചോദിക്കുന്നു, എന്തേ ഗ്ലാമർ കൂടിയിട്ടുണ്ടോ, എന്തേ വല്ലാത്ത ഒരു പ്രകാശമാണല്ലോ, വല്ലാത്ത ഒരു സന്തോഷമാണല്ലോ. പക്ഷേ സുബഹി നമസ്കരിക്കാത്ത ദിവസം ഒരാളുടെ മുഖത്തൊരു പ്രകാശം കാണില്ല. ഈമാനിന്റെ ഒരു പ്രകാശം അവന്റെ മുഖത്തുണ്ടാകില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അവന്റെ മുഖത്ത് അല്ലാഹു പ്രകാശം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ചിലരെ കാണുമ്പോ അറിയാതെ എഴുന്നേക്കുമല്ലോ. മാണിക്കോത്ത് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുമ്പോ ചില ഹാജിയാക്കന്മാരെ കാണുമ്പോ, ചില വാപ്പമാരെ കാണുമ്പോ കയ്യിൽ പിടിച്ചിട്ട് പറയും, ദുആ ചെയ്യണേ, ദുആ ചെയ്യണേ. അതാ ഒരു സദസ്സിൽ ഇങ്ങനെ ഒരു ഹാജിയാര് കടന്നു വരുമ്പോ അറിയാതെ നമ്മളിൽ പലരും എഴുന്നേറ്റ് പോകുന്നില്ല, അവരെ ബഹുമാനിക്കുന്നില്ല, അവരെ ആദരിക്കുന്നില്ല. എങ്കിലും പടച്ചവനെ, ജനങ്ങൾ എന്നെ ആദരിക്കണം, ബഹുമാനിക്കണമെന്ന് പറഞ്ഞു നടക്കുന്ന പലരെയും പലര് അവിടെ നിന്ന് ബഹുമാനിക്കാറില്ല, അവിടെ നിന്ന് ആദരിക്കാറില്ല. പടച്ചവനെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നറിയുമോ? അത് അല്ലാഹു അവർക്ക് കൊടുക്കുന്ന ഒരു സ്ഥാനമാ, അത് പടച്ച റബ്ബ് അവർക്ക് കൊടുക്കുന്ന ഒരു പദവിയാ. അത് എല്ലാവർക്കും കിട്ടുന്നതല്ല, അത് പണം കൊടുത്ത് വാങ്ങിയതല്ല, ആളെ കൂട്ടി വാങ്ങിയതല്ല, കുടുംബ മഹിമ കൊണ്ട് നേടിയതല്ല. അത് പടച്ച റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തിട്ട്, അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തിട്ട് ആ സുജൂദിൽ കിടന്നപ്പോ അതിനു പകരമായിട്ട് അല്ലാഹു കൊടുത്ത ഒരു അടയാളമാണ്. പടച്ചവനെ, അവരുടെ മുഖത്ത് കാണുന്ന ഒരു ചൈതന്യമുണ്ടല്ലോ, അവരുടെ മുഖത്ത് കാണുന്ന ഈമാനിന്റെ ഒരു വെളിച്ചമുണ്ടല്ലോ, അവരുടെ മുഖത്ത് കാണുന്ന ഒരു ഐശ്വര്യമുണ്ടല്ലോ, അത് സുജൂദ് ചെയ്തതിന് പടച്ച റബ്ബ് കൊടുത്തതാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പരിചയപ്പെടുത്തുകയാ. ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു അവരുടെ മുഖത്ത് അടയാളം കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. അത് ദുനിയാവിലെ മാത്രമല്ലല്ലോ, അത് ദുനിയാവിലെ മാത്രമല്ലല്ലോ. അബ്ദുല്ലാഹി ഇബ്നു ബുസ്ർ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഉമ്മതി യൗമൽ ഖിയാമത്തി ഖുർറൻ മിനസ് സുജൂദ്. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു വരുന്ന ദിവസമുണ്ടല്ലോ, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ നബി തങ്ങൾ പറയുകയാ, സുജൂദ് ചെയ്ത മനുഷ്യ, നിന്റെ മുഖം പ്രകാശിക്കുകയാ. അല്ലാഹുവിന്റെ മുമ്പിൽ താഴ്ത്തിയ നിന്റെ തലയുണ്ടല്ലോ, നിന്റെ നെറ്റിത്തടമുണ്ടല്ലോ, ആ മുഖം പ്രകാശിക്കുന്ന രീതിയിലാണ് പരലോകത്തേക്ക് പടച്ച റബ്ബ് നിന്നെ കൊണ്ടുവരുന്നതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരുമ്പോൾ, പടച്ചവനെ, രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവേ, പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, സുജൂദ് ചെയ്താൽ ഒരു മനുഷ്യന് കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? എല്ലാരും പടച്ചവനെ പറയുന്ന, ഉസ്താദേ, ഞാൻ ദുആ ചെയ്യുന്നുണ്ട്, ഞാൻ എന്റെ ജീവിതത്തിലെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും കടങ്ങളും രോഗങ്ങളുമല്ല ഞാൻ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്ന ഉസ്താദേ, അല്ലാഹു എന്റെ ദുആയ്ക്ക് ഉത്തരം തരുന്നില്ലല്ലോ, എന്റെ പ്രയാസം മാറുന്നില്ലല്ലോ, എന്റെ ദുഃഖം മാറുന്നില്ലല്ലോ, എന്റെ രോഗം മാറുന്നില്ലല്ലോ, എന്റെ കച്ചവടത്തിൽ ബറക്കത്ത് വരുന്നില്ലല്ലോ, എനിക്ക് സ്വന്തമായിട്ടൊരു വീട് കിട്ടുന്നില്ലല്ലോ, എനിക്ക് വർഷങ്ങളായിട്ട് മക്കളില്ലല്ലോ, പടച്ചവനെ, എനിക്കൊരു നല്ല ജീവിതമില്ലല്ലോ. പരാതി പറയുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അന്നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖറബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ആ പടച്ച റബ്ബിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയമേതാ?
ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം ഏതെന്നറിയോ? അല്ലാഹു പറയുകയാ, കല്ലാ ലാ തുതിഉഹു വസ്ജുദ് വഖ്തരിബ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം അത് സുജൂദിൽ കിടക്കുന്ന സമയമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഒരാള് സുജൂദിൽ കിടക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ അടുപ്പത്തിലാകുന്നത്. അല്ലാഹുവിനോട് അടുക്കുന്ന സമയമാണോ സുജൂദ് ചെയ്യുന്ന സമയം. അതുകൊണ്ടാണ് പടച്ചവൻ പറഞ്ഞത്, എന്റെ മുമ്പിലല്ലാതെ ലോകത്തൊരാളുടെ മുമ്പിലും നിങ്ങൾ സുജൂദ് ചെയ്യാൻ പാടില്ല. അല്ലാഹുവിന്റെ മുമ്പിൽ മാത്രമേ സുജൂദ് ചെയ്യാവൂ. ആ സുജൂദിൽ കിടക്കുന്ന സമയത്താണ് ഒരാൾ അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ സമയത്ത് ദുആഇനെ വർദ്ധിപ്പിക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പെടുന്ന പഠിപ്പിക്കുമ്പോ ജീവിതത്തിലെ പ്രയാസങ്ങളെ കുറിച്ച്, ദുരിതങ്ങളെ കുറിച്ച് സങ്കടം പറയുന്നവര് ഇന്നുവരെ നീ സുജൂദിൽ കിടന്ന് ദുആ ചെയ്തിട്ടുണ്ടോ? എല്ലാവരും ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും, ഉസ്താദേ എത്ര കൊല്ലം കൊണ്ട് ദുആ ചെയ്യുന്നു, എനിക്ക് സ്വന്തമായിട്ടൊരു വീടില്ല, എനിക്ക് മക്കളെ കിട്ടുന്നില്ല, എന്റെ കച്ചവടത്തിൽ ഒരു പറയുന്ന പാട് നിനക്കല്ലേ അറിയൂ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറല്ല, ഈമാൻ തരുമാറാകട്ടെ. ആരാ ചങ്ങാതി സുജൂദ് ചെയ്യണേ? പ്രായമുള്ള വാപ്പമാര് പറയുന്നത്, ഉസ്താദേ രോഗമാ, കുനിയാൻ വയ്യ, നിൽക്കാൻ വയ്യ, നടക്കാൻ വയ്യ, എന്റെ കാര്യങ്ങളൊന്നും മാറുന്നില്ല ഉസ്താദെ, എന്റെ പ്രയാസമൊന്നും മാറുന്നില്ല ഉസ്താദെ. നീ സുജൂദ് ചെയ്ത കാലം നിനക്ക് ഓർമ്മയുണ്ടോ വാപ്പ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആരാടാ ചങ്ങാതി സുജൂദ് ചെയ്യുന്നേ? ഇന്ന് ഏതു പള്ളിയിൽ പോയാലും കസേര കളി നടക്കുന്നത് കാണാം. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഏതു പള്ളിയിൽ പോയാലും മരണ വീട്ടിൽ നിരത്തിയിട്ടിരിക്കുന്നത് പോലെ ഒരു പള്ളിക്കകത്ത് കയറിയ കസേര നിരത്തി വെച്ചിരിക്കുകയാണ്. ഏതു പള്ളിയിൽ പോയാലും കാണാം, എല്ലാം കസേര കളി നമസ്കാരമാ. കസേരയിൽ ഇരുന്നിട്ടൊരു നിസ്കാരമുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. കമ്മിറ്റിക്കാര് നരകത്തിൽ പോകുന്നുണ്ടെങ്കിൽ ഈ കസേര ഇട്ടതിന്റെ പേരിൽ അല്ലാഹുടെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരും. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു കാക്കുമാറാകട്ടെ. ഇവിടെ പള്ളിക്കകത്ത് കയറി ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഇസ്ലാമിന്റെ നിയമം എടുത്തു നോക്ക്. നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ എങ്ങനെ നിസ്കരിക്കണം? നിങ്ങൾ എന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കണേ? എടാ, നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ എങ്ങനെ നിസ്കരിക്കണം? കേൾക്കണില്ല, ഉറക്കെ പറഞ്ഞേ. ഇരുന്ന് നിസ്കരിക്കണം. ഈ മാണിക്കോത്ത് പള്ളിക്കകത്ത് ഇന്നുവരെ ഏതെങ്കിലും ഒരു മഹ്ലൂക്ക് ഇരുന്ന് നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു വഖത്തിന് ഏതെങ്കിലും ഒരാള് ഈ പള്ളിക്കകത്ത് ഇരുന്ന് നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരുത്തനും ഇരിക്കൂല, ഒരു വാപ്പായി ഇരിക്കൂല. വാപ്പാടെ വിചാരം ഇരിക്കണമെന്ന് പറഞ്ഞ കസേരയിലാണെന്ന വാപ്പ പഠിച്ചിരിക്കുന്നത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറല്ല, ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇരിക്കണമെന്ന് പറഞ്ഞ കസേരയിലാണെന്ന് ആരാ നിനക്ക് പഠിപ്പിച്ചെന്നേ? എടാ, നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരിക്കണമെന്ന് പറഞ്ഞ തറയിലിരുന്ന് നോക്കണമെന്നാ. തറയിലിരുന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ വേണം കസേര കയറാൻ. ഇതങ്ങനല്ല, നേരെ കസേരയിൽ. ഈ കസേരയിൽ ഇരുന്ന് നിസ്കരിക്കുന്ന വാപ്പാമാരുടെ മുമ്പിൽ 2000-ന്റെ നോട്ട് ഇങ്ങനെ ഇട്ടിട്ട് പറക്കാൻ പറഞ്ഞു നോക്കിക്കേ. 2000-ന്റെ കുറച്ച് നോട്ട് കൊണ്ടുവന്നിട്ട് നോക്കിക്കേ, കമന്ന് വീഴുന്നത് കാണാം. അപ്പൊ സുജൂദി വീഴും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അതാ കസേര കളിയുടെ കാലം, കസേര കളിയുടെ കാലം. എടാ പൊന്നാര ചങ്ങാതി, എന്റെ പ്രിയപ്പെട്ട ഉപ്പാനോട് ഞാൻ പറയുന്നു, അല്ലാഹുവിന്റെ മുമ്പിൽ ഭൂമിയിൽ സുജൂദ് ചെയ്യുന്നതിനേക്കാളും വലിയ പുണ്യം എന്താ ഉള്ളേ? നീ എത്ര കൊല്ലമായി? സുഖമില്ലാത്തവരെ ഞാൻ പറയുന്നില്ല, ആരോഗ്യമില്ലാത്തവരെ ഞാൻ പറയുന്നില്ല, വയ്യാത്തവന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഈ കസേര കളി മാറണം സഹോദര. മഹാനായ സമസ്തയുടെ ട്രഷറായിരുന്ന പാറന്നൂർ ഉസ്താദ്, അല്ലാഹു ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഇന്ന് CM മക്കാമിൽ പോകുമ്പോൾ ഉസ്താദിന്റെ പ്രിയപ്പെട്ട മകൻ, അവിടുത്തെ ഖതീബ, എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഉസ്താദിന്റെ വീട്ടിൽ പോയപ്പോൾ എൻ്റെ ഒരു അനുഭവം പറയാം. ഉസ്താദിന്റെ വീട്ടിൽ ഞാൻ പോകുമ്പോൾ ഒരു കയറിങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട്. ഒരു കയറിങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പൊ ഇത് കണ്ടപ്പോ ഞാൻ ചോദിച്ചു, എന്താണ് ഇതെന്തിനാ ഈ കയറിങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്? അപ്പൊ പറഞ്ഞത്, വാപ്പ ഈ കയറി പിടിച്ചിട്ടാ നിന്ന് നിസ്കരിക്കുക. എഴുന്നേക്കാൻ വരാതെ വരുമ്പോ നിസ്കരിക്കുന്ന സമയം എഴുന്നേക്കുമ്പോ ഈ കയറി പിടിച്ചിട്ട് ഇങ്ങനെ എഴുന്നേക്കും. അപ്പൊ മകൻ ചോദിച്ചു, അത്രേ കസേരയിൽ ഇരുന്ന് നിസ്കരിച്ചൂടെ? വാപ്പ കസേരയിൽ ഇരുന്ന് നിസ്കരിച്ചുകൂടെ?
അപ്പൊ വാപ്പ മകനോട് ചോദിച്ചു അത്രേ, ആ ഹദീസ് നീ എവിടാ പഠിച്ചത്? സുജൂദ് ചെയ്യുന്ന പ്രതിഫലം കിട്ടുന്ന ഇങ്ങനെ നിസ്കരിച്ചാൽ എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചു എന്ന് എന്നോട് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാധാരണ ഒരാളൊന്നുമല്ല പറഞ്ഞൊരു ഉസ്താദ് മരിക്കുന്നതിന്റെ തലേ ദിവസം തന്റെ വീടിന്റെ മുൻഭാഗം മുഴുവനും വൃത്തിയാക്കി, അപ്പൊ മക്കള് ചോദിച്ചു, എന്തേ വാപ്പ കല്യാണം വല്ലതും ഉണ്ടോ? അതൊക്കെ മനസ്സിലാവുമെന്ന്. വീടൊക്കെ വൃത്തിയാക്കി, വീടിന്റെ മുൻഭാഗം മുഴുവനും വൃത്തിയാക്കി, തന്റെ ഭാര്യയോട് പറഞ്ഞ് എന്നെ കുളിപ്പിക്കാൻ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ദിക്റും ദുആയൊക്കെ ചെയ്ത് മരണപ്പെട്ടു പോയ മഹാനാണ്. അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട വാപ്പമാരെ, നീ നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ തറയിലിരുന്ന് നിസ്കരിക്ക്, അള്ളാഹുടെ മുമ്പിൽ സുജൂദ് ചെയ്യ്. ഒരു സുജൂദെങ്കിലും നീ ഒന്ന് പരിശ്രമിക്ക്. നിന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. എന്തേ പള്ളിക്കകത്ത് ഇരുന്ന് നിസ്കരിക്കല് നാണക്കേടാ? ഇരുന്ന് നിസ്കരിക്കല് നാണക്കേടാണോ? അല്ല വാപ്പ, ഇരുന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ വേണം കസേരയിൽ കയറിയിരിക്കാൻ. നീ ഇരിക്കാൻ നോക്കത്തില്ല, നേരെ ചെന്ന് കസേരയിൽ ഇരിക്കുക. നിനക്ക് എങ്ങനെ അള്ളാഹിനോട് അടുക്കാൻ കഴിയുക? എത്ര കാലമായി നീ അള്ളാഹുടെ മുമ്പിൽ ഒന്ന് സുജൂദ് ചെയ്തിട്ട്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്നാൽ സുജൂദ് ചെയ്യുന്നവന്റെ അവസ്ഥ എന്തെന്നറിയുവോ? കാക്ക കുത്തുന്നത് പോലെ കുത്തികെട്ട് ഓടുകയാ. സമാധാനത്തോടുകൂടി പടച്ചവനെ ഒന്ന് സുജൂദ് ചെയ്യുന്നില്ലല്ലോ. അള്ളാഹുടെ മുമ്പിൽ ഒന്ന് സമാധാനത്തോടുകൂടി സുജൂദ് ചെയ്യാൻ നിനക്ക് കഴിയുന്നില്ലല്ലോ. ചെറുപ്പക്കാരാ, ഈ സദസ്സിലിരിക്കുന്നവരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ സുജൂദ് ചെയ്തിട്ട് കരയടോ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫഅക്സിറു ദുആ, നിങ്ങൾ സുജൂദിൽ കിടന്ന് ദുആ ചെയ്യടേ. ജീവിതത്തിൽ കടം മാറാത്തവർ, രോഗം മാറാത്തവർ, പ്രയാസം മാറാത്തവർ, നിങ്ങളോട് പറയുകയാണ്, നിങ്ങളൊന്ന് സുജൂദ് ചെയ്തിട്ട് ആ സുജൂദിൽ കിടന്ന് ദുആ ചെയ്യടോ. പരിശുദ്ധമായ ഹറമിൽ ഞാൻ ഉംറയ്ക്ക് പോയി. കഅബാലയത്തിൽ ചെന്ന് ഉംറയുടെ തവാഫ് കഴിഞ്ഞു. മഖാം ഇബ്രാഹിമിന്റെ മുമ്പിൽ നിന്ന് ഞാൻ നിസ്കരിക്കുമ്പോ ഒരു വാപ്പ സുജൂദിൽ കിടന്ന് കരയുകയാ. ഒരു വാപ്പ സുജൂദിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. പടച്ചവനെ, അത്ഭുതമാവുകയാണ്. ആ വാപ്പ ഇങ്ങനെ ദുആ ചെയ്യുന്നത് എന്താണ്? ഞാനും ഇങ്ങനെ സുജൂദിൽ കിടന്ന് ദുആ ചെയ്യാൻ കിടക്കുമ്പോ ആ വാപ്പ സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവോട് പറയുന്നു, അല്ലാ, എന്റെ പൊന്നുമകന്റെ കള്ളുകുടി നീയൊന്നു മാറ്റണേ അല്ലാ. എത്ര പറഞ്ഞിട്ടും എന്റെ പൊന്നുമകൻ നന്നാകുന്നില്ല പടച്ചവര്. ആരൊക്കെ ഉപദേശിച്ചിട്ടും അവൻ നന്നാകുന്നില്ല പടച്ചവര്. എന്നെ ചീത്ത വിളിക്കുന്നു അല്ലാ, എന്നെ തല്ലാൻ കൈവെക്കുന്നു അല്ലാ. സുജൂദിൽ കിടന്ന് ദുആ ചെയ്താ സ്വീകരിക്കുമല്ലോ. ആ പിതാവ് സുജൂദിൽ കിടന്ന മഖാം ഇബ്രാഹിമിന്റെ മുറ്റത്ത് നിന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, എന്റെ മകനെ നീയൊന്ന് നന്നാക്കണേ പടച്ചവര്. ആ ഉപ്പ എഴുന്നേറ്റു. ആ ഉപ്പ എവിടെന്ന് എഴുന്നേറ്റു. ഞാൻ എവിടെന്ന് കയ്യിൽ പിടിച്ചു പരിചയപ്പെട്ടു. ആ സമയത്ത് ആ ഉപ്പ പറയുന്നു, ഉസ്താദേ, സുജൂദിൽ കിടന്നിട്ട് ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ വെയിലത്ത് ഇവിടെ കിടന്ന് സുജൂദിൽ കിടന്ന് ദുആ ചെയ്യുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നിന്റെ ജീവിതത്തിലെ പ്രയാസം മാറണോ? നിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറണോ? ഒരിക്കലെങ്കിലും നീയൊന്ന് സുജൂദിലേക്ക് വീട്. എല്ലാ അവയവങ്ങളും സുജൂദിൽ 7 അവയവമാണല്ലോ. ഈ അവയവങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ മുമ്പിലേക്ക് നീ താഴ്ത്തി അങ്ങ് വെച്ചിട്ട് ആ സുജൂദിൽ കിടന്നുകൊണ്ട് അല്ലാഹുവോട് പറ, മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദാ. അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം സുജൂദിന്റെ വേളയാ. അതുകൊണ്ട് ദുആ ചെയ്താ സ്വീകരിക്കണമെന്ന് ആഗ്രഹമുള്ളവരോട് നിങ്ങളോട് പറയുകയാ, നിങ്ങൾ സുജൂദ് ചെയ്യടോ. ആ സുജൂദിന്റെ വേളയിലാണ് ദുആ ചെയ്യേണ്ടത്. അഹങ്കാരമില്ലല്ലോ, നിനക്ക് താഴ്മയാണല്ലോ, നീ അല്ലാഹുവിന്റെ അടിമയാണല്ലോ, ആരും കാണുന്നു എന്നുള്ള ചിന്തയില്ലല്ലോ. എല്ലാം കളഞ്ഞുകൊണ്ട് പടച്ച റബ്ബിന്റെ മുമ്പിൽ നീ എന്റെ റബ്ബും ഞാൻ നിന്റെ അടിമയുമാണെന്ന് പടച്ചവനോട് പറഞ്ഞുകൊണ്ട് സുജൂദിൽ കിടന്നുകൊണ്ട് ദുആ ചെയ്താ അവന്റെ ദുആയിക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പരിചയപ്പെടുത്തുമ്പോ ജീവിതത്തിലെ പ്രയാസം പറയുന്ന വാപ്പാ, കച്ചവടത്തിൽ അഭിവൃദ്ധി വേണോ? നിന്റെ രോഗം മാറണോ? നിന്റെ കടം മാറണോ? കല്യാണം കഴിഞ്ഞ് കൊല്ലങ്ങളായി മക്കളില്ലാതെ സങ്കടപ്പെടുന്ന മാണിക്കോത്തിന്റെ പരിസരത്ത്
പരിസരത്തുള്ള പെങ്ങള് പാതിരാത്രി എഴുന്നേറ്റ് 2 റക്അത്ത് നമസ്കരിച്ചിട്ട് പടച്ചറപ്പിന്റെ മുന്നിൽ ലൈറ്റ് അണച്ചിട്ട് നിസ്കാരപ്പായിൽ സുജൂദിൽ കിടന്നിട്ട് കരഞ്ഞുകൊണ്ട് പറനാഥാ അല്ലാഹുവേ നീ എനിക്ക് മക്കളെ തരണേ അല്ലാ, എന്റെ കടം മാറ്റണേ അല്ലാ, എന്റെ മക്കളെ നന്നാക്കണേ അല്ലോ, എനിക്ക് നല്ല ഒരു ജീവിതം തരണേ അല്ലോ, എന്നെ അറുത്ത് മുറിക്കല്ലേ അല്ലാ, എന്റെ ജോലിയിൽ അഭിവൃദ്ധി തരണേ അല്ലോ, എല്ലാവിധ ശർറ മുസീബത്തുകളും മാറ്റണേ അല്ലോ. സുജൂദിൽ കിടന്ന് കരയടോ, സുജൂദിൽ കിടന്ന് ദുആ ചെയ്യടോ, നിന്റെ ദുആയിക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അതുകൊണ്ട് സുജൂദിന്റെ 2ാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഒരാൾക്ക് അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാൻ കഴിയുന്ന സമയം അത് സുജൂദിന്റെ സമയമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ 3ാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? സുജൂദിൽ ചെയ്യുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന 3ാമത്തെ പ്രതിഫലം എന്താ? ഈ മഖാമിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയവരെ പാപം ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ലല്ലോ. എല്ലാവരും ജീവിതത്തിൽ പാപം ചെയ്തവരാണ്. ഞാനും നിങ്ങളും തെറ്റ് ചെയ്തവരാണ്. ആദം സന്തതികൾ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാണല്ലോ. തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഉസ്താദേ എന്റെ പാപങ്ങളൊക്കെ ഒന്ന് കഴുകണമെന്നുണ്ട്, എന്റെ പാപങ്ങളൊക്കെ ഒന്ന് കഴുകിക്കളയണമെന്നുണ്ട്, എനിക്കും നന്നാകണം ഉസ്താദേ എന്നാഗ്രഹിക്കുന്ന ചെറുപ്പക്കാരാ, നിന്റെ പാപം പൊറുക്കാനുള്ള ഒരു എളുപ്പവഴി പറഞ്ഞു തരട്ടെ പോരെ? ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒറ്റയ്ക്കും കൂട്ടായും രഹസ്യമായി പരസ്യമായി ചെയ്തു കൂട്ടിയ പാപങ്ങളുണ്ടല്ലോ, ഇതെല്ലാം കഴുകിക്കളയാൻ പറ്റുന്ന ഒരു എളുപ്പവഴി പറഞ്ഞു തരാ. നിന്റെ പാപങ്ങൾ പൊറുക്കാനുള്ള ഒരു എളുപ്പവഴി പറഞ്ഞു തരട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, സ്വഹാബാ, ഒരു മനുഷ്യൻ ഉളുവെടുത്തിട്ട് നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടുകയാണ്. പടച്ചറപ്പേ, ആ മനുഷ്യൻ സുജൂദിലേക്ക് ചെന്നാൽ അവന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ മുഴുവനും അവന്റെ പിരടിയുടെ മുകളിൽ വരികയാണ്, അവന്റെ തലയുടെ മുകളിലേക്ക് വരികയാണ്. നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും നിന്റെ തലയുടെ മുകളിൽ വന്നിരിക്കുകയാണ്. നീ സുജൂദിലേക്ക് ചെന്നാ, നീ സുജൂദിലേക്ക് വീണാ, നിന്റെ തലയുടെ മുകളിൽ ഇരിക്കുന്ന പാപങ്ങൾ പൊഴിഞ്ഞു വീഴുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. വാപ്പാ, സുജൂദ് ചെയ് വാപ്പാ, സുജൂദ് ചെയ് ചെറുപ്പക്കാരാ, നിന്റെ സുജൂദിനെ നീ ദീർഘിപ്പിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ തലയുടെ മുകളിൽ വന്നിരിക്കുകയാണ്. സുജൂദിൽ കിടക്കുമ്പോ അതാ ഉണങ്ങി നിൽക്കുന്ന മരത്തിൽ നിന്ന് ഇലകൾ പൊടിഞ്ഞു വീഴുന്നത് പോലെ നിന്റെ തലയുടെ മുകളിൽ ഇരിക്കുന്ന പാപങ്ങൾ അവിടെന്ന് പൊഴിഞ്ഞു വീഴുകയാ. റബ്ബേ, പാപം പൊറുക്കുന്ന ഒരു എളുപ്പ വഴിയാണ്, ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കാനുള്ള എളുപ്പ വഴിയാണ് റബ്ബേ സുജൂദ് ചെയ്യലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, നീ സുജൂദിനെ ദീർഘിപ്പിക്കാൻ. ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന ചെറുപ്പക്കാരാ, മോനെ എഴുന്നേറ്റ് ഓടല്ലേ, എഴുന്നേറ്റ് ഓടല്ലേ, സുജൂദിൽ കിടക്കടാ ചെറുപ്പക്കാരാ. കള്ളു കുടിച്ചല്ലോ, കഞ്ചാവടിച്ചല്ലോ, മയക്കുമരുന്ന് ഉപയോഗിച്ചല്ലോ, ഒരുപാട് നിസ്കാരങ്ങൾ കഥയാക്കിയല്ലോ, വ്യഭിചരിച്ചില്ലേ ചെറുപ്പക്കാരാ, പലിശ തിന്നില്ലേ ചെറുപ്പക്കാരാ, പടച്ചറപ്പിനെ മറന്നുകൊണ്ട് എന്തെല്ലാം പാപങ്ങൾ നിന്റെ ജീവിതത്തിൽ ചെയ്തവരാ. ഈ പാപങ്ങളൊക്കെ ഒന്ന് കഴുകണ്ട്, ഈ പാപങ്ങളൊക്കെ ഒന്ന് കഴുകി ശുദ്ധമാകണ്ട്, ഈ പാപങ്ങളൊക്കെ പൊറുക്കണ്ടേ മോനെ.
ഒരു മനുഷ്യന് സുജൂദിൽ കിടന്ന അല്ലാഹു അവന്റെ പാപം പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ നിസാരമല്ല ചെറുപ്പക്കാരാ, നിസ്കാരമെന്ന് പറയുന്നത് നിസാരമല്ല, സുജൂദ് എന്ന് പറയുന്നത് നിസാരമല്ല. സുജൂദ് ചെയ്യുന്ന സമയത്ത് നിന്റെ അവയവങ്ങളെല്ലാം സുജൂദ് ചെയ്യണമല്ലോ. നിന്റെ നെറ്റിത്തടമുണ്ടല്ലോ, നിന്റെ മൂക്കുണ്ടല്ലോ, രണ്ട് കൈപ്പത്തിയുണ്ടല്ലോ, കാലിന്റെ മുട്ടുകളുണ്ടല്ലോ, കാലിന്റെ വിരലുകളുണ്ടല്ലോ, ഇതെല്ലാം സുജൂദ് ചെയ്യണ്, ഇതെല്ലാം സുജൂദ് ചെയ്യണ്. ഇതിലെ ഏതെങ്കിലും ഒരു അവയവം നീ ഒഴിവാക്കിയാൽ, ഇതിലെ ഏതെങ്കിലും ഒരു അവയവം നീ ഒഴിവാക്കിയാ ആ അവയവം അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് പറയുന്നു, അല്ലാ ഇവന് സുജൂദ് ചെയ്യാൻ എന്നെ സമ്മതിക്കുന്നില്ല, അല്ലാ സുജൂദ് ചെയ്യാൻ വിടാത്തതിന്റെ പേരില് മൂക്ക് നീ ഭൂമിയിൽ മുട്ടിച്ചില്ലെങ്കിൽ ആ മൂക്ക് കരയുകയാണ്, നിനക്കെതിരെ ദുആ ചെയ്യുകയാ. നിങ്ങൾക്ക് സുജൂദിന്റെ വിലയറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യന് നമസ്കാരം കഴിഞ്ഞ് നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ അല്ലാഹുവേ അവന്റെ ചാരത്തൊരു മലക്ക് നൽകുകയാണ്. ഒരാള് നമസ്കരിക്കുന്നതിന് വേണ്ടി കടന്നു ചെന്നാ അതാ ഒരു മലക്ക് അവന്റെ വലതുഭാഗത്ത്, ഇബ്ലീസ് ഇടതുഭാഗത്ത്. പടച്ചവനെ നമസ്കാരം കഴിഞ്ഞ് നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ഇഖ്ലാസോടെ ആത്മാർത്ഥമായി പടച്ച റബ്ബേ നിസ്കരിച്ച നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുന്ന മനുഷ്യരോട് അല്ലാഹുവേ നാളെ സുബഹിക്ക് പള്ളിയിൽ വന്ന ഖതീബിന്റെ പുറകിൽ നിന്ന് സുബഹി നമസ്കാരം കഴിഞ്ഞു, അവിടുന്ന് സലാം വീട്ടി, എന്നിട്ട് നീ നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ നിന്നെ കെട്ടിപ്പിടിച്ച് മുസാഫഹത്ത് ചെയ്യുകയാ. അല്ലാഹുവിന്റെ മലക്കുകൾ നിന്നെ കെട്ടിപ്പിടിച്ച് മുസാഫഹത്ത് ചെയ്യുകയാ. എന്നിട്ട് മലക്ക് പറയുകയാ, മനുഷ്യ നിന്റെ പേര് സ്വർഗത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്, അള്ളാന്റെ സ്വർഗത്തിന്റെ മുമ്പിൽ നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്, നിന്റെ പാവങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തന്നിട്ടുണ്ട്, നീ സ്വർഗത്തിന്റെ അവകാശിയാ, നീ സ്വർഗത്തിന്റെ അവകാശിയാ. ഈ പോകുന്ന വഴിയിൽ നീ മരിച്ചാ സ്വർഗത്തിലാ. നാളെ ഈ പള്ളിക്കകത്ത് സുബഹി നമസ്കരിക്കാൻ വരുന്ന ചിലര് നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ കെട്ടിപ്പിടിച്ച് മുസാഫഹത്ത് ചെയ്ത് സ്വർഗത്തിന്റെ അവകാശിയാണെന്നുള്ള സന്തോഷ വാർത്ത അവരോട് പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ പടച്ചവനെ രണ്ടാമതൊരു വിഭാഗമുണ്ട്. അവര് നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ മലക്കുകൾ പറയുന്നു, നഷ്ടവാളി, നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ, പാവങ്ങൾ കഴുകിക്കളഞ്ഞിട്ട് സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള അവസരം പാഴാക്കി കളഞ്ഞല്ലോ. നിന്റെ പേര് നരകത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്. തൗബ ചെയ്യാതെ അടുത്ത വഖത്തിന് മുമ്പ് നീ മരണപ്പെട്ടാൽ, നാളെ സുബഹി നിസ്കരിക്കാൻ പള്ളിയിൽ വന്നു, നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ഒരു വാപ്പാടെ കയ്യിൽ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ പറയും, നിനക്ക് സന്തോഷ വാർത്ത, നിന്റെ പാപം മുഴുവനും അല്ലാഹു പുറത്തു, നിന്റെ പേര് സ്വർഗത്തിന്റെ മുന്നിൽ എഴുതി വെച്ചു, നീ സ്വർഗത്തിന്റെ അവകാശിയാ, പോകുന്ന വഴിയിൽ നീ മരിച്ച സ്വർഗത്തിലാ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എന്നാ ഇപ്പുറത്തിരിക്കുന്നവൻ നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ മലക്ക് പറയും, എടാ നശിച്ചവനെ, എടാ നഷ്ടവാളി, അവസരം കളഞ്ഞല്ലോടാ, നിന്റെ പാപങ്ങൾ മുഴുവനും പുറത്ത് സ്വർഗത്തിൽ പോകാനുള്ള ഒരവസരം അല്ലാഹു നിനക്ക് തന്നിട്ട് നീ നരകത്തിലായി പോയല്ലോ, നിന്റെ പേര് നരകത്തിന്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്, അടുത്ത വഖത്ത് നിസ്കാരത്തിന് മുമ്പ് നീ തൗബ ചെയ്യാതെ മരിച്ചുപോയാ നീ നരകത്തിലാ എന്ന് മലക്കുകൾ പറഞ്ഞിട്ടാണ് അവനെ നിസ്കാരപ്പായിൽ നിന്ന് ഇറക്കി വിടുന്നത്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, സുജൂദ് ചെയ്താൽ ഒരു മനുഷ്യന് കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം അവന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കും. കൈകൊണ്ട് ചെയ്തത്, കാലുകൊണ്ട്, അങ്ങനെയാണല്ലോ ചില നന്മകൾ. ഒളുവെടുത്താൽ നമ്മുടെ പാപം പൊറുക്കുമല്ലോ അല്ലാഹ്. ഒളുവെടുക്കുന്ന ഒരു മനുഷ്യൻ അവന്റെ കൈ കഴുകുമ്പോൾ, അവന്റെ കാല് കഴുകുമ്പോൾ, അവന്റെ മുഖം കഴുകുമ്പോൾ, അവന്റെ ചെവി കഴുകുമ്പോൾ, അവന്റെ വാ കഴുകുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ അല്ലാഹു ആ വെള്ളത്തിനകത്ത് കഴുകി ശുദ്ധമാക്കും.
ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി സുജൂദിൽ കിടക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ മുഴുവനും തലയുടെ മുകളിൽ വന്നിരിക്കും. നീ സുജൂദിൽ കിടക്കുന്നതിനനുസരിച്ച് ആ പാപങ്ങൾ പൊഴിഞ്ഞു വീഴും, ആ പാപങ്ങൾ പൊഴിഞ്ഞു വീഴും. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത് നീ സുജൂദിനെ ദീർഘിപ്പിക്കാൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന മൂന്നാമത്തെ പ്രതിഫലം അവന്റെ പാപങ്ങൾ സുജൂദ് പൊറുക്കപ്പെടുമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 4 ഞാൻ വിശദീകരിക്കുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിന്റെ പദവി അള്ളാഹു ഉയർത്തി തരും, നിന്റെ പദവി അള്ളാഹു ഉയർത്തി തരും. അത് ദുനിയാവിലാകട്ടെ ആഖിറത്തിലാകട്ടെ. ഒരാൾ സുജൂദ് ചെയ്തു കഴിഞ്ഞാൽ അധികമായിട്ട് പടച്ച റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യന് അള്ളാഹു പദവികൾ കൊടുക്കും. അത് ദുനിയാവിലാകാം അല്ലെങ്കിൽ ആഖിറത്തിലാകാം. അള്ളാഹു അവന്റെ പദവി ഉയർത്തി കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാഹു പദവി ഉയർത്തി കൊടുക്കും. അത് പണത്തിന്റെ പേരിലല്ല, അധികാരത്തിന്റെ പേരിലല്ല, ആള് കൂടെയുള്ളതിന്റെ പേരിലല്ല. പദവി അള്ളാഹു ഉയർത്തി കൊടുക്കുന്നത് അള്ളാഹുവിന്റെ മുമ്പിൽ നീ സുജൂദിൽ കടന്ന ചില സ്ഥാനമാനങ്ങൾ അത് അള്ള കൊടുക്കുന്നതാ. അല്ലേ, പണം ഉണ്ടായിട്ടാ അല്ലെങ്കിൽ പള്ളി കെട്ടിക്കൊടുത്തിട്ടാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പള്ളിയിൽ 5 നേരം നിസ്കരിക്കാൻ വന്നിരുന്ന ചില വാപ്പമാരുടെ കയ്യിൽ പിടിച്ചിട്ട് ഉപ്പ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് പലരും പറഞ്ഞിട്ടില്ലേ? ആ ഹാജിയാർക്ക് പ്രത്യേക പരിഗണന നിങ്ങൾ കൊടുത്തിട്ടില്ലേ? ഇതെങ്ങനെ 5 നേരം അള്ളാഹുവിന്റെ പള്ളിയിൽ വന്ന് രാവും പകലും നിസ്കരിച്ചിട്ട് ആ നിസ്കാരത്തിലൂടെ അള്ളാഹുടെ മുമ്പിൽ സുജൂദ് ചെയ്തിട്ട് അവർക്ക് അള്ള കൊടുത്ത പദവി പണവും പവറും ഉണ്ടായിട്ടല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ദുനിയാവിലും മാത്രമല്ല ആഖിറത്തിലും നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിലും അള്ളാഹു പദവികൾ കൊടുക്കും. അത് അള്ള കൊടുക്കുന്നതാ. നമ്മളെങ്ങനല്ല, നമ്മൾ പദവി കിട്ടാൻ വേണ്ടി അധികാരം കിട്ടാൻ വേണ്ടി നമ്മൾ ഏത് വളഞ്ഞ വഴിയും സ്വീകരിക്കുന്നവരാ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. പണവും അധികാരത്തിനും വേണ്ടി ഇന്ന് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുന്ന മനുഷ്യൻ. ലക്ഷങ്ങൾ ചെലവാക്കുന്നില്ലേ, സ്വന്തം ഫ്ലക്സ് അടിച്ചു വെക്കുന്നില്ലേ, ജയ് വിളിക്കാൻ ആളെ കൂട്ടുന്നില്ലേ, എന്തിന് അള്ളാഹുടെ പള്ളി പോലും പരിപാലിക്കാൻ ഇലക്ഷൻ നടത്തുന്നില്ലേ? അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഇവിടെ എങ്ങനെ അപ്പൊ ഇലക്ഷനാണോ? അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഞാൻ വഴുത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്ഥലം പറയുന്നില്ല. ഞാൻ വഴുത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോ ഒരു പള്ളിയുടെ മുമ്പിൽ 3 ഫ്ലക്സ് വെച്ചിരിക്കുന്നു. 32 പേര് ഒരു പാനലിൽ, ഒരു പാനലിൽ 32 പേര്. ചിഹ്നം പറയുണ്ടായിരുന്നു അവർക്ക്. എന്തിനു വേണ്ടിയാ? നിയമസഭ ഇലക്ഷൻ അല്ല, പഞ്ചായത്ത് ഇലക്ഷൻ അല്ല, അള്ളാഹുവിന്റെ പള്ളി പരിപാലിക്കാൻ കമ്മിറ്റിക്കാരുടെ ഇലക്ഷൻ. 32 പേര് മത്സരിക്കുകയാ. 32 3 പാനലുണ്ടായിരുന്നു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഏതെങ്കിലും ഒരു പള്ളിയിലെ പ്രസിഡന്റിന് ശമ്പളം ഉണ്ടോ? ഉണ്ടോ? സെക്രട്ടറിക്ക് ഉണ്ടോ? ഇല്ല. പിന്നെന്തിനാ ഇത്രയും വാശി? എടാ, പണ്ട് നാട്ടുകാര് ചെന്നിട്ട് പറയും, ഹാജിയാരെ നിങ്ങൾ പള്ളിയുടെ പ്രസിഡന്റ് ആകണം. ഹാജിയാര് പറയും, എനിക്ക് വയ്യ, നിങ്ങൾ ആരെങ്കിലും എടുത്തോളാൻ. ഹാജിയാരെ നിങ്ങൾ പള്ളിയുടെ പ്രസിഡന്റ് ആകണം, സെക്രട്ടറി ആകണം. അള്ളാണ് എനിക്ക് വയ്യ, എനിക്ക് പേടിയാ. പടച്ചോനെ നിങ്ങൾ ആരെങ്കിലും ആയിക്കോ. ഇന്ന് പുറകിൽ ചെന്നിട്ട് 500ന്റെ നോട്ട് കൊടുത്തിട്ട് പറയും, പൊതുയോഗത്തിൽ എന്റെ പേര് പറയുമ്പോ കൈപൊക്കണം, എനിക്ക് വോട്ടിടണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അടിയടാ, പള്ളിയുടെ കമ്മിറ്റിക്കാരിൽ കയറാൻ പ്രസിഡന്റും സെക്രട്ടറിയാകാൻ തമ്മിലടി, പള്ളിമുറ്റത്ത് കിടന്നടി. ഒരു പള്ളിക്കകത്ത് തന്നെ 2 ജുമാ. എത്രയോ പള്ളികൾ കേരളത്തിൽ പൂട്ടിയിട്ടിട്ടുണ്ട് അധികാരത്തിന്റെ പേരിൽ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉസ്താദിനൊക്കെ നല്ലതുപോലെ അറിയാം, ഞങ്ങളുടെ കോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ കോടതിയാ തീരുമാനിക്കുക. എത്രയോ പള്ളികൾ പൂട്ടിയിടുന്നതോ എന്തിന്? അധികാരം. പ്രസിഡന്റ് എന്ന പദവി, സെക്രട്ടറി എന്ന പദവി, ആ കസേരയിൽ ഇരുന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പവറാ ചിലർക്കൊക്കെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. വേണ്ട സഹോദര, പള്ളി പരിപാലനമൊക്കെ മാറി എന്നിട്ട് ഇന്ന് ഭരണമായി മാറിയില്ലേ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം, ആ കഅബാലയത്തിന്റെ നിങ്ങൾ നോക്കിയേ, സൗദി അറേബ്യയുടെ ഭരണാധികാരിയുടെ പേരിന്റെ താഴെ എഴുതി വെച്ചിട്ടുണ്ട് ഖാദിമുൽ കഅബ എന്നാ എഴുതിയേ, അല്ലെങ്കിൽ കഅബാലയത്തിന്റെ പ്രസിഡന്റ് എന്നല്ല എഴുതി വെച്ചിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് പാർട്ടിയും രാഷ്ട്രീയവും ഒക്കെ പള്ളിക്കകത്ത് കയറി കഴിഞ്ഞു.
ജാഹിലീങ്ങൾ വിവരമില്ലാത്തവന്മാർ അവിടെ കയറിയിരിക്കുന്ന കാലമാ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ മാണിക്കൂത്ത് പറഞ്ഞതല്ല, പൊതുവായിട്ട് പറഞ്ഞതാ, പൊതുവായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞതാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിക്കണം, പഠിക്കണം. അത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല, ആർക്കെങ്കിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമല്ല. നിങ്ങൾക്കറിയോ, പണ്ട് പ്രായമുള്ള വാപ്പമാര് വെള്ളിയാഴ്ച ജുമാ നിസ്കരിക്കാൻ, സാധാരണ വഖത്ത് നിസ്കരിക്കാൻ പള്ളിയിൽ വന്ന പള്ളിയുടെ ഗേറ്റിന്റെ മുമ്പിൽ വെച്ച് 2 ചെരുപ്പ് ഊരി കയ്യിൽ പിടിച്ചിട്ട് പള്ളി കയറി വരുന്ന വാപ്പമാരുണ്ട്. അവർ ചെരുപ്പിടാതെ പള്ളിക്കകത്ത് കയറും, പള്ളിയുടെ കോമ്പൗണ്ടിൽ ചെരുപ്പിടാതെ കയറും. ചിലര് നിസ്കാരം കഴിഞ്ഞാൽ ഇറങ്ങി പോകുമ്പോ പള്ളിയുടെ ഗേറ്റിൽ കാലിങ്ങനെ തട്ടും. എന്തിനെന്നറിയോ? തന്റെ കാലിന്റെ അടിയിൽ പറ്റിയിരിക്കുന്ന മണ്ണ് അള്ളാടെ മണ്ണാ. അള്ളാഹു ബൈത്തുൽ മാലായത് അള്ളാടെ മണ്ണാ. ഈ മണ്ണ് ചെരുപ്പിൽ പറ്റിച്ചിട്ട് പുറത്തു കൊണ്ടിട്ടാ അല്ല എന്നോടെങ്ങാനും ചോദിച്ചാലോ എന്ന് പേടിച്ചിട്ട്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ല ഈമാൻ തരുമാറാകട്ടെ. ഇന്നത്തെ അവസ്ഥയോ നമ്മുടെ മാണിക്കൂത്ത് പള്ളി, ഞാൻ ഇവിടെ പോയിട്ടില്ലെങ്കിലും പള്ളിയിലെ ബാത്റൂമിന്റെ മുമ്പിൽ കുറച്ച് ചെരുപ്പ് കിടക്കുന്നുണ്ട്. കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? പള്ളിയുടെ ബാത്റൂമിന്റെ മുമ്പിൽ കുറച്ച് ചെരുപ്പ് കിടക്കുന്നില്ലേ? ഉണ്ടോ? ഏകദേശം പള്ളികളിൽ പോകുമ്പോ കാണാം, പള്ളിയുടെ ബാത്റൂമിന്റെ മുമ്പിൽ കുറച്ച് ചെരുപ്പ് കിടക്കുന്നുണ്ട്. ആ ചെരുപ്പിന്റെ മൂക്ക് വരെ വെട്ടിയിട്ടിരിക്കുക, അടിച്ചോണ്ട് പോകാതിരിക്കുക. ആ ചെരുപ്പ് വരെ വെട്ടിയിട്ടിരിക്കുക. അവനവന്റെ ചെരുപ്പ് കണ്ട് അറിയില്ലേ? സിറാജിന്റെ ചെരുപ്പ്, പ്രസിഡന്റ് ചെരുപ്പ്, നിനക്ക് നിന്റെ ചെരുപ്പ്. അപ്പൊ ആ പള്ളിയുടെ മുമ്പിൽ ഇട്ടിരിക്കുന്ന ചെരുപ്പ് പോലും വെട്ടിയിട്ടിരിക്കുക. ചിലപ്പോ അടിച്ചോണ്ട് പൊക്കളയും. അല്ലാഹു കാക്കുമാറാകട്ടെ. അവസ്ഥ ഇതാണോ ഇന്നത്തെ പള്ളിയുടെ അവസ്ഥ? ആദിവാദിയൊക്കെ എടുക്കുമ്പോഴാ പേടി, പിന്നെ ഒരു പേടിയില്ല, ശീലമായില്ലേ, ഭാര്യ